പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം ഇറാൻ 40 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ 7 ദിവസം പൊതു അവധിയായിരിക്കും. ഇറാൻ്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത ആശങ്കയോടെയാണ് ലോകം കേട്ടത്. ഈ ഖമനയ്ക്ക് ശേഷം ആരാകും ഇനി ഇറാൻ പിൻഗാമി? കാരണം അമേരിക്കയ്ക്ക് താല്പര്യം ഒരു പാവ സർക്കാരിനെ അവിടെ പ്രതിഷ്ഠിക്കുക തന്നെയാണ്. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് രാംകുമാർ തത്സമയം ചേരുന്നു. രാംകുമാർ, നമുക്ക് ലഭിക്കുന്ന മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് എങ്ങോട്ടായിരിക്കും കാര്യങ്ങളുടെ പോക്ക്? SKN ഇസ്രയേൽ, അമേരിക്ക എന്നീ രണ്ട് കരുത്തരായ ശത്രുക്കളുള്ള ഒരു നേതാവാണ് ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖൊമൈനി. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിരന്തരം മരണത്തിന്റെ നിഴലിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. 2024 ജൂണിൽ ഇറാന് നേരെ ഇസ്രയേലിന്റെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ അലി ഖൊമൈനിക്ക് ഒളിവിൽ പോകേണ്ടി വന്നു. ഈ സമയത്ത് തന്നെ അദ്ദേഹം മരണം മുൻകൂട്ടി കണ്ടിരുന്നുവെന്നും തന്റെ പിൻഗാമികളെക്കുറിച്ച് ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതായും അദ്ദേഹത്തിന്റെ അനുകൂലികൾക്ക് ചില നിർദ്ദേശങ്ങളും ചില സൂചനകളും എല്ലാം നൽകിയിരുന്നതായും അന്ന് തന്നെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതനുസരിച്ച് പ്രധാനമായും 3 പേരുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയാകാൻ സാധ്യതയുള്ളവരായി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അതിൽ ഒന്നാമത്തെ പേര് ഗൊലാം ഹുസൈൻ മുഹ്സേനിയുടേതാണ്. അദ്ദേഹം ഇറാനിലെ ഒരു പരമോന്നത ന്യായാധിപനാണ്. അദ്ദേഹം നേരത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇറാൻ എന്നുള്ള പദവി ഉൾപ്പെടെ വഹിച്ചിട്ടുള്ള ഒരു നേതാവാണ്. രണ്ടാമത്തെ പേര് അലി അസർ ഹിജാസിയുടേതാണ്. അലി അസർ ഹിജാസി ഖമൈനിയുടെ ഇപ്പോഴത്തെ ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന പദവി അലങ്കരിച്ചിരുന്ന വ്യക്തിയാണ്. മൂന്നാമത്തെ പേര് ഹസൻ ഖൊമൈനി എന്നുള്ള പേരാണ്. ഹസൻ ഖൊമൈനി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഖമനയുടെ മുൻഗാമിയായ ഖൊമൈനിയുടെ സാക്ഷാൽ ഇസ്ലാമിക വിപ്ലവം നയിച്ച് ഇറാന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന റൂഹുള്ള ഖൊമൈനിയുടെ പേരക്കുട്ടിയാണ് ഹസൻ ഖൊമൈനി. അദ്ദേഹം അവിടുത്തെ ഒരു ഇസ്ലാമിക മതപണ്ഡിതനാണ്. ഇതോടൊപ്പം തന്നെ അയത്തുള്ള ഖൊമൈനിയുടെ പിൻഗാമിയാവാൻ സാധ്യതയുള്ളതായി ആദ്യമൂലെ പറഞ്ഞു കേട്ടിരുന്ന ഒരു പേര് അദ്ദേഹത്തിന്റെ മകൻ മൊജ്താബയുടേതാണ്. പക്ഷേ മൊജ്താബയെ അവിടുത്തെ ഒരു വളരെ ശക്തനായ ഒരു സ്വാധീനമുള്ള ഒരു വ്യക്തി കൂടിയാണെങ്കിൽ കൂടി മൊജ്താബ തന്റെ മകനെ ഈ ഒരു സ്ഥാനത്തേക്ക്, അതായത് ഇറാന്റെ പരമോന്നത നേതാവ് എന്ന ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവായ അലി ഖൊമൈനി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കാരണം ഇതൊരു പാരമ്പര്യമായി കൈമാറി പോകേണ്ട, ഒരു കുടുംബം കയ്യിൽ വെക്കേണ്ട ഒരു പദവിയായി താൻ ഇതിനെ കാണുന്നില്ല എന്നാണ് അന്ന് അദ്ദേഹം തന്റെ അനുയായികളോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇപ്പോൾ ഖമൈനി നിർദ്ദേശിച്ചിട്ടുള്ള ഈ സ്ഥാനാർത്ഥികളിൽ നിന്ന് ആരാണ് പിൻഗാമി എന്ന് തെരഞ്ഞെടുക്കേണ്ടത് അവിടുത്തെ ഒരു വിദഗ്ധ സമിതിയാണ്. ആ സമിതിയിൽ മതപണ്ഡിതരുണ്ട്, ന്യായാധിപരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്. അങ്ങനെ ഒരു വിദഗ്ധ സമിതിയാണ് ഈ പിൻഗാമിയെ തെരഞ്ഞെടുക്കേണ്ടത്. ഇനി ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പേരുകളിൽ ആരെങ്കിലും ഒരാളാണ് ഈ പദവിയിലേക്ക് വരേണ്ടത് എങ്കിൽ അവിടെ ഇസ്ലാമിക ഭരണകൂടം, ഇസ്ലാമിക റിപ്പബ്ലിക്കായി ഇറാൻ തുടരേണ്ടതുണ്ട്. എന്നാൽ അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നത് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ട്രംപ് പറയുന്നതനുസരിച്ചാണെങ്കിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുക, അവിടുത്തെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. അവിടെ ജനാധിപത്യം, സമാധാനമൊക്കെ പുനഃസ്ഥാപിക്കണമെന്നാണ് ട്രംപ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇസ്ലാമിക റിപ്പബ്ലിക്കിന് അവരുടെ ആ ഒരു പരമാധികാരത്തെ നിലനിർത്താൻ കഴിയുമോ, അത് തുടർന്ന് അതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ എന്നത് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഭരണമാറ്റം സംഭവിക്കുന്നത് വരെ ആക്രമണം തുടരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ജനങ്ങളോട് തെരുവിലിറങ്ങാനും ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും മികച്ച അവസരം, അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടെ ജനാധിപത്യം പിടിച്ചെടുക്കാൻ ഇതാണ് ഏറ്റവും മികച്ച അവസരമെന്നാണ് ട്രംപ് ഇറാനിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഭാവി എന്താവുമെന്നത് അടുത്ത 3-4 ദിവസം കൊണ്ട് മാത്രമേ വ്യക്തമാവൂ. കാരണം ഈ ആക്രമണം തുടങ്ങുമ്പോൾ തന്നെ ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുള്ളത് 4 ദിവസം കഴിയുമ്പോൾ ഇന്ന് കാണുന്ന ഇറാൻ ആയിരിക്കില്ല നിങ്ങൾ കാണുക എന്നാണ് പറഞ്ഞത്. അതായത് 4 ദിവസത്തെ, ചുരുങ്ങിയത് 4 ദിവസത്തേക്കെങ്കിലുമുള്ള ആക്രമണ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ ഇറാനെതിരെ ഒരു ആക്രമണത്തിന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അവരുടെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നതും ഈ ഭരണമാറ്റം തന്നെയാണ്. SKN. നമുക്കപ്പോൾ രാംകുമാറാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.